നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസിൽ അടുത്തത് വരുന്നതാണ് ലോങ് പുട്ട് അല്ലെങ്കിൽ ബൈ പുട്ട്. അതായത് ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസാണ് പറയുന്നത്. ഇറ്റ് സിംപ്ലി ദ പർച്ചേസ് ഓഫ് വൺ പുട്ട് ഓപ്ഷൻ. വൺ പുട്ട് ഓപ്ഷൻ വാങ്ങുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ലോങ് പുട്ട് ഈസ് സിംപ്ലി ദ പർച്ചേസ് ഓഫ് വൺ പുട്ട് ഓപ്ഷൻ. എ ട്രേഡർ ഹു ബിലീവ്സ് ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് വിൽ ഡിക്രീസ് ക്യാൻ ബൈ ദ റൈറ്റ് ടു സെൽ ദ സ്റ്റോക്ക് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. He will be under no obligation to sell the stock. സ്റ്റോക്ക് സെയിൽ ചെയ്യുന്നില്ല. ബട്ട് ഹി ഹാസ് ദ റൈറ്റ് ടു ഡു അണ്ടിൽ ദ എക്സ്പയറി ഡേറ്റ് വരെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസസ് ബിലോ ദ എക്സസ് പ്രൈസ് ബൈ മോർ ദാൻ ദ പ്രീമിയം പെയ്ഡ് ഹി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. സ്ട്രൈക്ക് പ്രൈസ് മൈനസ് അണ്ടർലൈൻ പ്രൈസ് മൈനസ് പ്രീമിയം പെയ്ഡ്. സെയിം കേസ് തന്നെ. എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ബൈസ് പുട്ട് ഓപ്ഷൻ ഫോർ എ സ്ട്രൈക്ക് പ്രൈസ് ₹100. The market price of the stock decreases to 94 and the premium paid 4 ഉണ്ട്. അപ്പോൾ 100 minus 94 minus 4 that is പുട്ട് ഓപ്ഷനിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ₹2 ആണ്. He can sell the underlying asset at the strike price of 100 for which the underlying price is 94 only. Thus he gets a profit of 6 from which premium paid 4 should be deducted. Suppose the stock price decreases to 96, there is no profit, no loss. The underlying price increases to 102, he will not exercise his option to sell the contract. നേരത്തെ ലോങ് കോൾ ഓപ്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടു. 196 ആണ് ഇതിൻ്റെ ബ്രേക്ക് ഈവൺ ആയിട്ട് വരുന്നത്. എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക എന്നുള്ളത്. These fundamental strategies adopted when an investor is bearish on market direction and bullish on market volatility. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റർ മാർക്കറ്റ് ഡയറക്ഷൻ ബെയറിഷ് ആവുകയും മാർക്കറ്റ് വോളറ്റിലിറ്റി ബുള്ളിഷ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ്. അതായത് എ പുട്ട് ഓപ്ഷൻ ബയർ ഓർ ഹോൾഡർ എക്സ്പെക്ട്സ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ ടു ഡിക്ലൈൻ ആൻഡ് ആൻറ്റിസിപ്പേറ്റ്സ് ദാറ്റ് വോളറ്റിലിറ്റി would increases when the market price increases more. It does not matter because loss is limited to premium paid. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമ്മളവിടെ എന്താ സംഭവിക്കുന്നത്, ലിമിറ്റഡ് ടു പ്രീമിയം പെയ്ഡ്. പ്രീമിയം പെയ്ഡിന് ലിമിറ്റഡ് ആയിരിക്കും എന്ത് പുട്ട് ഓപ്ഷൻ കേസിൽ വരുന്നത്. ഇനി ദ ലാസ്റ്റ് വൺ ഈസ് ഷോർട്ട് പുട്ട് അല്ലെങ്കിൽ സെൽ പുട്ട്. എ ഷോർട്ട് പുട്ട് is simply the sale of a put option means selling the right to sell. Selling the right to sell. The seller of a put option has an obligation to buy the underlying asset at the strike or exercise price. Option exercise ചെയ്യുമ്പോൾ he has to buy the asset because he has sold the right to sell the asset. ആ ഒരു അസറ്റ് സോൾഡ് ചെയ്യാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. എ ട്രേഡർ ഹു ബിലീവ്സ് ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് വിൽ ഇൻക്രീസ് ക്യാൻ സെൽ ദ റൈറ്റ് ടു സെൽ ദ സ്റ്റോക്ക് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ നോക്കാം. സപ്പോസ് ഓൺ ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് വിൽ ഇൻക്രീസ് 1 മാസത്തിനുള്ളിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ Mr. A sells a put option for the strike price ₹100, receives a premium from the buyer 4. Now A's profit is 4. When the market price increases, the option buyer or holder will not exercise the option. This is because he will get only the strike price, that is 100. His loss is limited to the premium paid. ₹4 നഷ്ടമാവും. If the market price of the stock decreases to 93, he will lose money 3. എത്രയാണോ വരുന്നത് അത് നഷ്ടമാവും. The market price is only 93, hence his profit is ₹3. Thus the loss of the put writer is unlimited as the market price falls, while his gain is limited to the premium received for selling the put option. In the case of short put, BP is calculated. BP എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഷോർട്ട് പുട്ട് പ്രീമിയം. ഇനി ഏതൊക്കെ കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യാന്നുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റർ ബുള്ളിഷ് ഓൺ മാർക്കറ്റ് ഡയറക്ഷൻ ആൻഡ് ബാരിഷ് ഓൺ മാർക്കറ്റ് വോളറ്റിൽ, ജസ്റ്റ് ഓപ്പോസിറ്റ്. This is because a put option seller expects that the market price of the underlying to increase when the market price increases more. മാർക്കറ്റ് പ്രൈസ് നല്ല ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, കൂടുതൽ കിട്ടുന്നത്. ദർ ഇസ് നോ അഡീഷണൽ ബെനിഫിറ്റ് ബിക്കോസ് ഹിസ് പ്രോഫിറ്റ് ഇസ് ലിമിറ്റഡ് ടു ദ പ്രീമിയം. എത്ര പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും. On the other hand, when the market price decreases more, his loss will increase. So he expects a lower volatility. ഓക്കെ, അതുകൊണ്ടാണ് ലോവർ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി യൂസസ് ഓഫ് ഓപ്ഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് യൂസസ് ഓഫ് ഓപ്ഷൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറയുന്നത് ഒന്ന് ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, സ്പ്രെഡിങ്, കോമ്പിനേഷൻ. എന്താണ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ?
ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ an attempt to control or manage risk by combining the purchase or sale of an option with some position in the asset. നമ്മൾ ഹെഡ്ജ് ചെയ്ത് വെക്കുക, അതായത് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇനി സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ആൻ ഓപ്ഷൻ വിത്തൗട്ട് എനി പൊസിഷൻ ഇൻ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൻ്റെ പൊസിഷനൊന്നും നോക്കാതെ നമ്മൾ ഒരു ഓപ്ഷനെ പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, അതാണ് സ്പെക്കുലേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പ്രെഡിങ്. ഇൻ കേസ് വെൻ ഹെഡ്ജിങ് ഈസ് ഡൺ വിത്തിൻ ദ ഓപ്ഷൻ മാർക്കറ്റ് ബൈ സൈമൾട്ടേനിയസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഓപ്ഷൻ സെയിം ടൈം. സ്പ്രെഡ് ചെയ്യാം, അതായത് ഒരു ഹെഡ്ജിങ് നടക്കുമ്പോൾ, ദ ഓപ്ഷൻ മാർക്കറ്റ് ഹെഡ്ജിങ് നടക്കുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് പർച്ചേസും സെയിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് കോമ്പിനേഷൻ. Call option and put option in various ways can also be used to design option strategy. Different types of option strategies can be framed with a different perception or risk reward. പല രീതിയിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വെച്ചിട്ട്. അതാണ് കോമ്പിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ദ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബുള്ളിഷ് സ്ട്രാറ്റജി, ബെയറിഷ് സ്ട്രാറ്റജി ആൻഡ് ന്യൂട്രൽ സ്ട്രാറ്റജി. പ്രധാനമായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബുള്ളിഷ്, ബെയറിഷ്, ന്യൂട്രൽ. ബുള്ളിഷ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ലോങ് കാൾ, ഷോർട്ട് പുട്ട്, കോൾ ബുൾ സ്പ്രെഡ്, പുട്ട് ബുൾ സ്പ്രെഡ്, കോൾ ബാക്ക് സ്പ്രെഡ്, കവേർഡ് കാൾ, പ്രൊട്ടക്റ്റീവ് പുട്ട്. ഇനി ബെയറിഷ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കാൾ, ലോങ് പുട്ട്, കോൾ ബെയർ സ്പ്രെഡ്, പുട്ട് ബെയർ സ്പ്രെഡ്, പുട്ട് ബാക്ക് സ്പ്രെഡ്. ഇനി നാച്ചുറൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ, ബട്ടർഫ്ലൈ സ്പ്രെഡ്, ലോങ് കോൾ ബട്ടർഫ്ലൈ, ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, ലോങ് പുട്ട് ബട്ടർഫ്ലൈ, ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. പിന്നെ ടൈം സ്പ്രെഡ്, കോൾ ടൈം, പുട്ട് ടൈം, കോണ്ടോർ, ലോങ് കോണ്ടോർ, ഷോർട്ട് കോണ്ടോർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. സോ 2 വീഡിയോസും കേൾക്കുക. ഒരുപാട് ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വാട്സപ്പ് കോൾ ചെയ്യാം. ഓക്കെ.